തൃശൂർ പോട്ട വാഴക്കുന്നിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 51-കാരൻ മരിച്ചു. കൊരട്ടി കുലയിടം സ്വദേശി നെൽസനാണ് മരിച്ചത്. അപകടം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി മലപ്പുറം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് പ്രസിഡന്റ് ബിനീഷ മുസ്തഫയും സെക്രട്ടറി സാജൻ സി ജേക്കബും ഏറ്റുവാങ്ങി. തൃശൂർ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കൃഷി വകുപ്പിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെ ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ സംഘടിപ്പിച്ചു. ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ നടക്കുന്ന എക്സ്പോ ഡിസംബർ 14-ന് അവസാനിക്കും. തിരുവനന്തപുരം കാട്ടാക്കട ജംഗ്ഷനിൽ കേബിളിൽ കുരുങ്ങിയ പ്രാവിനെ രക്ഷിച്ച് ഫയർഫോഴ്സ് സംഘം. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പ്രാവിനെ രക്ഷിച്ചത്. തൃശൂർ മണ്ണുത്തിയിൽ വെറ്ററിനറി ഡോക്ടർമാർക്കായി ആനപരിപാലനത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലനം മൃഗസംരക്ഷണ വകുപ്പ്, എറണാകുളം സെൻട്രൽ റീജിയനിൽ ഉൾപ്പെടുന്ന വെറ്ററിനറി ഡോക്ടർമാർക്ക്. മണ്ണുത്തി വെറ്ററിനറി കോളേജ് സെമിനാർ ഹാളിൽ നടത്തിയ പരിശീലനം എറണാകുളം സെൻട്രൽ റീജിയൻ ഫോറസ്റ്റ് കൺവർസേറ്റർ ഇന്ദു വിജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കോട്ടയ്ക്കൽ അബ്ദുൽ ബാരി അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 11-ാം വാർഷിക സമ്മേളനവും ഈ മാസം 14, 15 തീയതികളിൽ നടക്കും. പരിപാടി സയ്യിദ് ഊയിൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം പുത്തനത്താണി ചന്ദ്രക്കാവ് ക്ഷേത്രത്തിലെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും നാമജപ ഘോഷയാത്രയും വെള്ളിയാഴ്ച ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2020 പാർട്ടിയുടെ തൃശൂർ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നേതൃസംഗമവും നടന്നു. പെരിഞ്ഞനം ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി. ഗോകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാല്യങ്കര SNM കോളേജിന്റെ 60-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. ഡിസംബർ 14 നടക്കുന്ന വാർഷികാഘോഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കോട്ടയം കുമരനെല്ലൂർ കാർത്തിക തൊഴുതിറങ്ങിയ ഭക്തജനങ്ങൾ. തൃക്കാർത്തികയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രസാദമൂട്ടും നടന്നു.